ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റേ ഒപ്റ്റിക്സിൽ റിഫ്രാക്ഷൻ എന്ന ഒപ്റ്റിക്കൽ ഫിനോമിന നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്നും വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്തിൽ ഉണ്ടാവുന്ന ഡീവിയേഷൻ, ലൈറ്റ് റേക്ക് സംഭവിക്കുന്ന ബെൻഡിങ്, അതിനെയാണ് എന്ത് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ രണ്ട് മീഡിയം നമ്മൾ കൺസിഡർ ചെയ്തു. ഇത് ഫസ്റ്റ് മീഡിയം, മീഡിയം 1. ഇത് സെക്കൻഡ് മീഡിയം, മീഡിയം 2. ഇത് രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷൻ ആണ്. സപ്പോസ് ഇതൊരു ഗ്ലാസ് ആവാം. ഈ ഒരു മീഡിയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മീഡിയം എന്നത് ഗ്ലാസ് ആണ്. ഗ്ലാസ് നമ്മൾക്കറിയാം, ഗ്ലാസ് എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസർ മീഡിയമാണ്. അതായത് മീഡിയം 2 ഡെൻസർ മീഡിയമാണ്, മീഡിയം 1 എയർ ആയതുകൊണ്ട് അത് റെയറർ മീഡിയമാണ്. അപ്പോൾ ഇതാണ് ഈ രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷൻ. ഈ ഒരു സെപ്പറേഷൻ ഒരു പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ലൈറ്റ് റേ ഈ സെപ്പറേഷനിൽ വെച്ചിട്ട് ഇത് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കുന്നു? ബെൻഡിങ് സംഭവിക്കുന്നു. എങ്ങോട്ടേക്കാണ് ഇത് ബെൻഡ് ചെയ്യുന്നത്? നമ്മൾ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നോർമൽ വരച്ചു കഴിഞ്ഞാൽ ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നത് ടുവേർഡ്സ് ദി നോർമലാണ്. കാരണം ലൈറ്റ് റേ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതാണ്, ലൈറ്റ് റേ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദി നോർമൽ. ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കാണ് കിടക്കുന്നതെങ്കിൽ ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദി നോർമൽ. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇത് ഗ്ലാസ് ഡെൻസർ മീഡിയമാണ്, ഇത് എയർ റയറർ മീഡിയമാണ്. ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദി നോർമൽ. നമ്മളിവിടെ നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നത് നോർമലിൽ നിന്നും എവേ ആയിട്ടാണ്. ഇവിടെ ഈ രണ്ട് കേസിലും നമ്മൾ കൺസിഡർ ചെയ്തത് രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷൻ ബൗണ്ടറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു പ്ലെയിൻ സർഫസ് ആയിട്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സർഫസ് ആണ്. രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷന്റെ ഷേപ്പ് സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ അവിടെ നടക്കുന്ന റിഫ്രാക്ഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ രണ്ട് മീഡിയം കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് മീഡിയം 1, ഇതാണ് മീഡിയം 2. മീഡിയം 2 ഗ്ലാസ് ആവാം, മീഡിയം 1 എയർ ആവാം. അതായത് മീഡിയം 1 റയറർ മീഡിയമാണ്, മീഡിയം 2 ഡെൻസർ മീഡിയമാണ്. ഈ രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷൻ എന്ത് ഷേപ്പാണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. നേരത്തെ പോലെ പ്ലെയിൻ സർഫസ് അല്ല. രണ്ട് മീഡിയത്തിനിടയിലുള്ള സെപ്പറേഷൻ എന്താണ്? സ്ഫെറിക്കൽ ഷേപ്പാണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് മീഡിയമാണ്? ഇത് ഡെൻസർ മീഡിയമാണ്, ഫോർ എക്സാമ്പിൾ ഗ്ലാസ്. ഇത് റയറർ മീഡിയമാണ്, ഫോർ എക്സാമ്പിൾ എയർ. ഈ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമുക്ക് N1 എന്ന് എടുക്കാം. ഇത് റയറർ മീഡിയം ഞാൻ എഴുതുന്നു, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് എടുക്കുന്നു. ഇത് ഡെൻസർ മീഡിയമാണ്, അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? N2 ആണ്. നിങ്ങൾ നോക്കുക, ഈ മീഡിയത്തിൽ നിന്നും ഈ മീഡിയത്തിലേക്ക് ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നത് ഒരു സ്ഫെറിക്കൽ സർഫസിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ O എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് ഒബ്ജക്റ്റ് O, ഒരു ഡോട്ട്, ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. O എന്ന പേരിലുള്ള പോയിന്റ് ഒബ്ജക്റ്റ്. ഈ ഓയിൽ നിന്നും വരുന്ന രണ്ട് ലൈറ്റ് റേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒന്നാമത്തെ ലൈറ്റ് റേ, ഓയിൽ നിന്നും വരുന്ന ഒന്നാമത്തെ ലൈറ്റ് റേ നമ്മുടെ സ്ഫെറിക്കൽ സർഫസിലേക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് നോർമൽ ആയിട്ടാണ് കടന്നു ചെല്ലുന്നത്. ഇപ്പൊ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് അത് നോർമലായിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കില്ല? റിഫ്രാക്ഷൻ സംഭവിക്കില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് റേ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അതിന്റെ പാത്തിന് എന്തുണ്ടാവില്ല? അതിന്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവില്ല, ബെൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, ഒന്നാമത്തെ ലൈറ്റ് റേ രണ്ടാമത്തെ മീഡിയത്തിലേക്ക് നോർമലായിട്ട് എൻ്റർ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അതിനെന്തില്ല? റിഫ്രാക്ഷൻ ഇല്ല. രണ്ടാമത് ഞാൻ വേറൊരു ലൈറ്റ് റേ വരയ്ക്കുകയാണ്. ഈ ലൈറ്റ് റേ ഈ രീതിയിലാണ് രണ്ടാമത്തെ മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഇവിടെ ഈ സർഫസിൽ എന്ത് വരക്കണം? ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ഇതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഞാൻ M എന്ന് പേര് കൊടുക്കുന്നു. ഇവിടെയുള്ള പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഞാൻ P എന്ന് പേര് കൊടുക്കുന്നു. ഞാൻ M എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം ഞാൻ നോർമൽ വരയ്ക്കുകയാണ്. M എന്ന് പറയുന്ന പോയിന്റിൽ നോർമൽ വരക്കുന്നു. നമുക്കറിയാം, നോർമൽ എപ്പോഴും സ്ഫെറിക്കൽ സർഫസിന്റെ എങ്ങോട്ടേക്കാണ് ഉണ്ടാവുക? സെന്ററിലേക്കാണ് ഉണ്ടാവുക. അതായത് ഈ സ്ഫെറിക്കൽ സർഫസ് ഒരു സ്ഫിയറിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സെന്ററിലേക്കാണ് ആരുണ്ടാവുക? നോർമൽ ഉണ്ടാവുക. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I. ഓക്കെ,
നമുക്കറിയാം ലൈറ്റ് റേ റയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദി നോർമൽ. ലൈറ്റ് റേ നോർമലിന്റെ ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് ലൈറ്റ് റേ ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത്തെ ലൈറ്റ് റേ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചതുകൊണ്ട് ഇവിടത്തേക്ക് എത്തി. ഒന്നാമത്തെ ലൈറ്റ് റേ അത് നോർമലായിട്ട് ആണ് എൻ്റർ ചെയ്തത്, അതുകൊണ്ട് തന്നെ അതിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ഈ രണ്ട് ലൈറ്റ് റേയും ഈ ഒരു പോയിന്റിലാണ് രണ്ടാമത്തെ മീഡിയത്തിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ രണ്ട് ലൈറ്റ് റേയും വരുന്നത് O എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റിൽ നിന്നാണ്. രണ്ടാമത്തെ മീഡിയത്തിൽ ഈ രണ്ട് ലൈറ്റ് റേയും ഈ ഒരു പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ആ O എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടും. ഇതാണ് O ആണ് ഒബ്ജക്റ്റ്, പോയിന്റ് ഒബ്ജക്റ്റ്. ആ പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഇമേജ് ആണ് ആര്? I. ഈ ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അത് ഞാൻ R എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിൽ നിന്നും P എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക്, സ്ഫെറിക്കൽ സർഫസിലേക്ക് ഉള്ള ഡിസ്റ്റൻസ്, അത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് U എന്ന് കൊടുക്കാം. P എന്ന പോയിന്റിൽ നിന്നും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ സ്ഫെറിക്കൽ സർഫസിന്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് കൊടുക്കാം. Pയിൽ നിന്നും Iയിലേക്ക്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇമേജ് ഡിസ്റ്റൻസ് എന്ന അടിസ്ഥാനത്തിൽ V എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ ആംഗിൾ ആൽഫ എന്ന് കൺസിഡർ ചെയ്യുന്നു, ഈ ആംഗിൾ ബീറ്റ എന്ന് കൺസിഡർ ചെയ്യുന്നു, ഈ ആംഗിൾ ഗാമ എന്ന് കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ? ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. ഇത് റിഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ് സ്നെൽസ് ലോ പറയുന്നത്? sin I by sin R is equal to n2 divided by n1 അല്ലേ? sin I according to Snell's law, sin I by sin R is equal to n2 divided by n1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് n1 into sin I is equal to എന്ത് എഴുതാം? n2 into sin R എന്ന് എഴുതാം. n1 into sin I is equal to n2 into sin R. ഇവിടെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I വളരെ ചെറുതായിരിക്കും, അതേപോലെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ സിൻസ് I is very small, sin I നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് എടുക്കാം? sin I approximately equal to I എന്ന് എടുക്കാം. If theta is very small, sin theta is approximately equal to theta. അങ്ങനെയാണെങ്കിൽ sin I is approximately equal to I, since I is very small. അതുപോലെ sin R approximately equal to നമുക്ക് എന്തെടുക്കാം? R എന്നെടുക്കാം, since R is very small. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്തെടുക്കാം? n1 into I equals n2 into R എന്നെഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നെടുക്കും. n1 into I is equal to n2 into R. ഇനി നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, ട്രയാങ്കിൾ OMP. ഇത് ട്രയാങ്കിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ MP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ OMP കൺസിഡർ ചെയ്യാം. അതിൽ tan ആൽഫ is equal to എന്താണ്? tan ആൽഫ is equal to tan ആൽഫ. നമുക്ക് പറയാം ഇവിടെ ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതാണ്, അതേപോലെ ബീറ്റയും ഗാമയും ഒക്കെ വളരെ ചെറുതാണ്. അപ്പൊ ടാൻ ആൽഫ വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ എന്നെടുക്കാം. ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ. എന്താണ് ടാൻ ആൽഫ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആരാണ് ഓപ്പോസിറ്റ് സൈഡ്? MP. ആരാണ് അഡ്ജസന്റ് സൈഡ്? PO. PO ആണ് അഡ്ജസന്റ് സൈഡ്, MP ആണ് opposite side. So tan alpha is equal to opposite side by adjacent side. Opposite side MP ആണ്, adjacent side PO ആണ്. അപ്പോൾ നമുക്ക് tan alpha approximately equal to alpha എന്തെടുക്കാം? MP divided by PO എന്നെടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ നോക്കിയേ, ഇവിടെ tan ബീറ്റ ഏത് ട്രയാങ്കിൾ ആണ്? MPC എന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ ടാൻ ബീറ്റ, നമുക്ക് ബീറ്റ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ എന്ന് എടുക്കാം. എന്താണ് ടാൻ ബീറ്റന്റെ വാല്യൂ വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ് MP ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് PC. MP ഡിവൈഡഡ് ബൈ PC എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3. അതേപോലെ MP
ഐ എന്ന ട്രയാങ്കിളിൽ ടാൻ ഗാമ ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ടാൻ ഗാമ which is approximately equal to gamma since gamma is very small. എന്താ നമുക്ക് കിട്ടുന്നത്? MP opposite side divided by PI. MP divided by PI. ഇത് ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഞാൻ ഇത്രയും നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 1, 2, 3 and 4. ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ഫസ്റ്റ് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? sin I by sin R is equal to n2 by n1 എന്ന് കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n1 sin I equal to n2 sin R എന്ന് കിട്ടുന്നു. Since I and R are very small, sin I is approximately equal to I and sin R is approximately equal to R. Therefore, നമുക്ക് n1 into I is equal to n2 into R എന്ന് കിട്ടുന്നു. ഇത് അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ ആണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. പിന്നെ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എം പി എന്ന് പറയുന്ന ആർക്കും എം പി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈനും നമ്മൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഈ രണ്ട് പോയിന്റ് വളരെ അടുത്തടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ വരിക? എം പി ബൈ പി ഒ എന്നാ വരിക. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആൽഫ വളരെ ചെറുതായതുകൊണ്ട് ടാൻ ആൽഫനെ നമ്മൾ ആൽഫ എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ടാൻ ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു എം പി ബൈ പി ഒ ഇക്വേഷൻ നമ്പർ 2. അതേപോലെ ബീറ്റ ഈക്വൽ ടു നമുക്ക് എം പി ബൈ പി സി എന്ന് കിട്ടും. ഗാമ ഈക്വൽ ടു എം പി ബൈ പി ഐ എന്ന് കിട്ടും. ഇനി അടുത്തത് ഒ എം പി എന്ന ഈ ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം അപ്ലൈ ചെയ്യുക. സോറി, ഒ എം പി എന്നല്ല, ഒ എം സി എന്ന ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം അപ്ലൈ ചെയ്യുക. ഒ എം സിയിൽ ആരാണ് എക്സ്റ്റീരിയർ ആംഗിൾ? ഐ ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ആംഗിൾസ് ആരൊക്കെയാണ്? ആൽഫയും ബീറ്റയും ആണ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പ്രകാരം നമുക്ക് എന്തെഴുതാം? ഐ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എന്ന് എഴുതാം. എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പ്രകാരം ഐ ഈസ് ഈക്വൽ ടു എന്തെഴുതാം? ആൽഫ പ്ലസ് ബീറ്റ. അക്കോർഡിംഗ് ടു എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഐ ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ പ്ലസ് ബീറ്റയാണ്. ഇക്വേഷൻ നമ്പർ 5. അതേപോലെ എം സി ഐ എന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ ആരാണ് എക്സ്റ്റീരിയർ ആംഗിൾ? എം സി ഐ. ഈ ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ ബീറ്റയാണ്. എക്സ്റ്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ആംഗിൾസ് ആരൊക്കെയാണ്? ആറും ഗാമയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ എന്ന് എഴുതാം. ബീറ്റ ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ഗാമ എന്ന് എഴുതാം. അതിൽ നിന്നും ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ബീറ്റ മൈനസ് ഗാമ എന്ന് എഴുതാം. ഗാമ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ഗാമയാവും. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? ബീറ്റ മൈനസ് ഗാമ. ഇത് ഇക്വേഷൻ നമ്പർ 6. ബോർഡിൽ എഴുതാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പിക്ചർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? n1 ഇൻറ്റു ഇക്വേഷൻ 1 എന്താണ്? n1 i ഈക്വൽ ടു n2 r ആണ്. ഇക്വേഷൻ 5 പ്രകാരം i ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റയാണ്. ഇക്വേഷൻ 6 പ്രകാരം r ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമയാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? n1 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് n2 ഇൻറ്റു ആറിൻ്റെ ബീറ്റ മൈനസ് ഗാമ. ഇനി എന്താണ് ആൽഫയുടെ വാല്യൂ? എം പി ബൈ പി ഒ. ബീറ്റയുടെ വാല്യൂ എം പി ബൈ പി സി. ഗാമയുടെ വാല്യൂ എം പി ബൈ പി ഐ. ഇപ്പൊ നമുക്ക് എന്താ കിട്ടുക? n1 ഇൻറ്റു എം പി ബൈ പി ഒ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണ്? എം പി ബൈ പി സി ഈക്വൽസ് n2 ഇൻറ്റു എം പി ബൈ പി സി ആണ് ബീറ്റയുടെ വാല്യൂ മൈനസ് എം പി ബൈ പി ഐ ആണ് ഗാമയുടെ വാല്യൂ. ഇനി നിങ്ങൾ റിവൈൻഡ് ചെയ്തിട്ട് വീഡിയോ റിവൈൻഡ് ചെയ്തിട്ട് ആ പിക്ചർ ഒന്നുകൂടി നോക്കിയാൽ എന്താണ് പി ഒ? പി ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറയുന്ന സർഫസിലെ പോയിന്റിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ ആ വീഡിയോ റിവൈൻഡ് ചെയ്തിട്ട് നോക്കുക. പി ഒ എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക? യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പക്ഷെ നിങ്ങൾ നോക്കുക, യു എന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് പിയിൽ നിന്നും ഒയിലേക്കാണ്. ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൈൻ കൺവെൻഷൻ റൂൾ പ്രകാരം പി ഒ ഈക്വൽ ടു എന്ത് കൊടുക്കണം? മൈനസ് യു എന്ന് കൊടുക്കണം. സൈൻ കൺവെൻഷൻ റൂൾ നമ്മൾ പഠിച്ചതാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ഇൻസിഡന്റ് റേന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെങ്കിൽ
നെഗറ്റീവ് ആയിരിക്കും എന്നും അതേ ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PO ഒബ്ജക്റ്റീവ് ഡിസ്റ്റൻസിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം. PO ഈക്വൽ ടു -u. അതേപോലെ ആ പിക്ചർ നിങ്ങൾക്ക് നോക്കുക. PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫസിൽ നിന്നും സർഫസിന്റെ സെന്റർ ഓഫ് കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് റേഡിയസ് ആണ്. അപ്പോൾ PC ഈസ് ഈക്വൽ നമുക്ക് റേഡിയസ് എന്ന് കൊടുക്കാം ക്യാപിറ്റൽ R. നിങ്ങൾ നോക്കിയാൽ PC നമ്മൾ മെഷർ ചെയ്യുന്നത് വലത്തോട്ടാണ്. അതായത് ഇൻസിഡന്റ് ലൈൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലാണ് PC മെഷർ ചെയ്തത്. അതുകൊണ്ട് തന്നെ PC ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? പോസിറ്റീവ് വാല്യൂ കൊടുക്കാം. PC ഈസ് ഈക്വൽ ടു R എന്ന് കൊടുക്കാം. ഇനി PI എന്താണ്? PI എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്നും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസ് ആണ്. അതും നമ്മൾ മെഷർ ചെയ്യുന്നത് ഇൻസിഡന്റ് ലൈൻ്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് അത് നമുക്ക് പോസിറ്റീവ് സൈൻ കൊടുക്കാം. V എന്ന് കൊടുക്കാം. അപ്പോൾ PO ഈക്വൽ ടു -u, PC ഈക്വൽ ടു R, PI ഈക്വൽ ടു V. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എന്താവും? N1 ഇൻറ്റു MP ബൈ -u പ്ലസ് MP ബൈ R is equal to N2 into MP by R minus MP by V എന്ന് കിട്ടും. നിങ്ങൾ നോക്കുക, ഇവിടെ MP കോമൺ ആണ്, ഇവിടെയും MP കോമൺ ആണ്. അപ്പോൾ MP എന്തായി? MP ക്യാൻസൽ ആയിപ്പോയി. ബാക്കി വരുന്നത് എന്താണ്? N1 into 1 by -u, അതായത് -N1 by u പ്ലസ് N1 into 1 by R plus N1 by R equals N2 into 1 by R, N2 by R minus N2 by V എന്നാണ് കിട്ടുന്നത്. ഇതിന് ഞാൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. -N2 by V നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ -N1 by U plus N2 by V. -N2 by V നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കും. is equal to N2 by R ഓൾറെഡി റൈറ്റ് സൈഡിലുണ്ട്. N1 by R റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ -N1 by R എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് -N1 by U plus N2 by V is equal to N2 by R minus N1 by R എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ശ്രദ്ധിക്കുക, -N1 by U plus N2 by V എന്ന് പറഞ്ഞാൽ N2 by V minus N1 by U എന്നാണ്. is equal to N2 by R minus N1 by R. N2 minus N1 divided by R. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ എ സ്ഫെറിക്കൽ സർഫസിന്റെ ഇക്വേഷൻ. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഇവിടെ PO ഈക്വൽ ടു -u എങ്ങനെ കിട്ടിയെന്നും PC ഈക്വൽ ടു R എങ്ങനെ കിട്ടിയെന്നും PI ഈക്വൽ ടു V എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ആ ചിത്രം നോക്കിയിട്ട് മനസ്സിലാക്കണം. എനിക്കിവിടെ ബോർഡിൽ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ചിത്രം ക്ലിയർ ചെയ്ത് കളഞ്ഞത്. ഇവിടെ PO എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് ഇൻസിഡന്റ് ലൈൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നത് കൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്. എന്നാൽ PC റേഡിയസ് ഇൻസിഡന്റ് ലൈൻ്റെ അതേ ഡയറക്ഷൻ എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവ് സൈൻ. PI ഇമേജ് ഡിസ്റ്റൻസും ഇൻസിഡന്റ് ലൈൻ്റെ അതേ ഡയറക്ഷൻ എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവ് സൈൻ കൊടുത്തു. അപ്പോൾ N2 by V minus N1 by U is equal to N2 minus N1 by R. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉള്ളതാണ്. എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ചെയ്ത് ഈ ഒരു ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക. ആ ചിത്രം വരച്ചിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ഇതിന് ശേഷം നമ്മൾക്ക് എടുക്കേണ്ടത് ലെൻസ് മൈക്കേഴ്സ് ഫോർമുലയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഈ ആൻസർ എങ്ങനെ കിട്ടുന്നു, ഈ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു.